ഹായ്, ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇത് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അത്ര മെനക്കേടൊന്നുമില്ല കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വാർത്തിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തത്. ഞാൻ എല്ലോട് കൂടിയ പീസാണ് ഇട്ട് കൊടുത്തത്. ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു 5 വിസിൽ വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ചിക്കൻ പീസൊക്കെ എടുത്തിട്ട് അതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലൊക്കെ മാറ്റിയ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മുട്ടൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് കുറച്ചൊരു മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കട്ടെ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. ഈ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ചൊരു ഉപ്പ്, കുറച്ചൊരു മല്ലിയില, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഇനി ഓരോന്നും ഇങ്ങനെ മുട്ട മിക്സിൽ മുക്കിയിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. ഒരു വശം വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ 2 വശവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണേ. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യട്ടെ. മുമ്പ് ഞാൻ ബീഫ് കൊണ്ടുള്ള ഷമി കബാബിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.